കഴിഞ്ഞ ദിവസം ബക്രീദായിരുന്നു. ബക്രീദിന് വ്യത്യസ്തമായ ഒരു വാർത്തയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്നും പുറത്തു വരുന്നത്. ബക്രീദിന് സ്വയം അള്ളാഹുവിന് ബലിയർപ്പിച്ച് വലിയ രീതിയിൽ വാർത്തകൾ ഇടം നേടിയിരിക്കുകയാണ് ഒരു മധ്യവയസ്കൻ. ഡിറോയിൽ 60 വയസ്സുള്ള ഒരാളാണ് ബക്രീദ് ദിനത്തിൽ സ്വയമായി കഴുത്തറുത്ത് അള്ളാഹുവിന് തന്നെ ബലിയർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞത്. സ്വയം അള്ളാഹുവിനായിട്ടുള്ള ത്യാഗം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു കുറിപ്പും എഴുതി വെച്ചിട്ടാണ് ഇയാൾ സ്വയം കുത്തിച്ചത്തത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഉത്തർപ്രദേശിൽ 60 വയസ്സുള്ള ആളാണ് ബക്രീദ് ദിനത്തിൽ ആത്മഹത്യ ചെയ്തത്. സ്വയം അള്ളാഹുവിനോടുള്ള ത്യാഗമായി സമർപ്പിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ഒരു കുറിപ്പ് ഇയാൾ ഇവിടെ വെച്ചിട്ടാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെ വീടിനടുത്തുള്ള ഒരു കുടിലിൽ കത്തി ഉപയോഗിച്ച് കഴുത്തറുത്ത് മരിച്ച ഇഷ് മുഹമ്മദ് അൻസാരി എന്നയാൾ കൊല്ലപ്പെട്ടതായി പറയപ്പെടുന്നു. ഇയാളുടെ നിലവിളി കേട്ട് കുടുംബാംഗങ്ങൾ സ്ഥലത്തെത്തി പോലീസിന്റെ സഹായത്തോടെ ഇയാളെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇയാളുടെ നിലവിളി കേട്ട് കുടുംബാംഗങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ഇയാൾ ചോരയിൽ കുളിച്ച് കിടക്കുന്നതാണ് കണ്ടത്. പിന്നീട് ഗോരഖ്പൂർ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തെങ്കിലും അവിടെ വെച്ച് ഇയാൾ മരണമടയുകയായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. സുൽത്താൻ സയ്യിദ് മഖ്ദൂം അഷ്റഫ് ഷായുടെ ദർഗയിൽ നിന്ന് രാവിലെ 10 മണിയോടെ ഈദ് പ്രാർത്ഥനയ്ക്ക് ശേഷം അൻസാരി തിരിച്ചെത്തിയതായി കുടുംബം പറഞ്ഞു. വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം അൻസാരി നേരെ അവരുടെ വീടിനടുത്തുള്ള കുടിലേക്ക് പോയി. അദ്ദേഹത്തിന്റെ ഭാര്യ ഖജറ ഫാത്തൂൺ പറഞ്ഞതായി വാർത്താ ഏജൻസി PTI ആണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. ഇയാൾ എഴുതി വെച്ചൊരു കുറിപ്പും ഇപ്പോൾ സംഭവ സ്ഥലത്ത് നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. നാട്ടുകാരെയും അധികൃതരെയും ഈ കുറിപ്പ് അമ്പരിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഇൻസാൻ ബക്രേക്കോ അപ്നെ ബേത്തെ കി തറാഖ് പാൽത്താ ഹൈ और फिर बुरखानी देते है वो भी एक जी है कुर्बानी हमें खुद की देनी चाहिए എന്നാണ്. അതായത് ഒരാൾ സ്വന്തം കുട്ടിയെപ്പോലെ ആടിനെ വളർത്തുന്നു, എന്നിട്ട് അതിനെ ബലിയർപ്പിക്കുന്നു. അതും ഒരു ജീവിയാണ്. നാം സ്വയം ബലിയർപ്പിക്കണം. അള്ളാഹുവിൻ്റെ ദൂതൻ്റെ നാമത്തിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് ഇയാൾ സ്വയം ആത്മഹത്യ ചെയ്തത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.